Hi students, welcome to the breathing and exchange of gases. ഇപ്പോൾ നമ്മുടെ സുവോളജിയിലെ ഒരു ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രതീക്ഷിക്കുന്നു. ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിലും ഈ നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂമൻ ഫിസിയോളജിയിൽ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതും 8 മുതൽ 12 മാർക്ക് വരെ ചോദിക്കാവുന്നതുമായ ഒരു ചാപ്റ്റർ തന്നെയാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതുകൊണ്ട് ആ ടോപ്പിക് മനസ്സിലാക്കുക, അതിലുള്ള പരമാവധി അതായത് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ടോപ്പിക് വൈസ് ആയിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും പിന്നെ കോമൺ ആയിട്ടുള്ള അസർഷൻ റീസൺ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും അതേപോലെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽ ഈസ് കോൾഡ്. അതായത് ഓക്സിജൻ റിച്ച് എയർ പുറത്തുനിന്ന് ഉള്ളോട്ട് വരികയും കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളാർ എയർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നല്ലേ ചോദ്യം. അത് നമ്മൾ പറയുന്ന പേരല്ലേ എന്താ പറയുക, ബ്രീത്തിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് ശരിയാണ്, ബ്രീത്തിങ് എന്നുള്ളത് ശരിയാണ്. അത് തന്നെയല്ലേ നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതെ, ഒരു തരത്തിൽ ഇതിനെ നമുക്ക് റെസ്പിറേഷൻ, ഇൻറ്റേർണൽ റെസ്പിറേഷൻ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ബോത്ത് എ ആൻഡ് ബി എന്ന ഉത്തരമല്ലേ കറക്റ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. കറക്റ്റ് സീക്വൻസ് ഓഫ് ദെയർ എയർ പാസേജ് ഇൻ ഹ്യൂമൻ ഈസ്. കറക്റ്റ് സീക്വൻസ് വരണം. എങ്ങനെയാണ് എയർ മനുഷ്യനിൽ ഈ എക്സ്റ്റേണൽ ഔട്ട്സൈഡ് ടു ഇൻസൈഡ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? നമുക്കതിനെ പറയാൻ പറ്റുന്നത് ഡി അല്ലേ. നില കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എക്സ്റ്റേണൽ നോസ്ട്രിൽ, പിന്നെ നാസൽ പാസേജ്, ഇൻറ്റേർണൽ നോസ്ട്രിൽ, പിന്നെ ഫാരിങ്സ്. ഫാരിങ്സ് എന്താ? ഫാരിങ്സ് ഈസ് എ കോമൺ പാസേജ് ഓഫ് എയർ ആൻഡ് ഫുഡാണ്. ഫുഡും എയറും കടന്നു പോകുന്ന ഒരു കോമൺ പാസേജിനെയാണ് ഫാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഗ്രസനി എന്ന് പറയും മലയാളത്തിൽ. അത് കഴിഞ്ഞാലുള്ള ഭാഗം എന്താണ്? ട്രക്കിയയാണ്, ശ്വാസനാളമാണ്. വിൻഡ് പൈ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് കാണുന്നത്? ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, സൗണ്ട് ബോക്സ് എന്നാണ് പറയുന്നത്. വോക്കൽ കോഡ്സ് ഉണ്ട് അതിനകത്ത്. ഒരു കാർട്ടിലേജിനസ് ബോക്സാണ്. ഒന്നിൽ കൂടുതൽ വ്യത്യസ്തമായ കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സാണ് സൗണ്ട് ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലാരിങ്സ്. ആ ലാരിങ്സ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ആ ലാരിങ്സിൻ്റെ തുടർച്ചയായിട്ട് കാണുന്ന താഴേക്ക് കാണുന്ന ഭാഗമാണ് ട്രക്കിയ. ട്രക്കിയക്കകത്ത് ഇൻകംപ്ലീറ്റ് സി ഷേപ്പ്ഡ് റിങ്ങുകളുണ്ട് അല്ലേ. നമ്മൾ പറയാം സി ഷേപ്പ്ഡ് റിങ്ങുകൾ. കാർട്ടിലേജിനസ് റിങ് കൊണ്ടാണ്, ഹൈലൈൻ കാർട്ടിലേജ് കൊണ്ട് റിങ്ങുകളാണുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഓ ഷേപ്പ് ആവാത്തത്, സി ഷേപ്പ് ആവുന്നത്? ഒരിക്കലും ഈ എയറിൻ്റെ കൂടുതലും കുറവും വരുമ്പം അത് കൊളാപ്സ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ട്രക്കിയ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ബ്രോങ്കൈ അല്ലെ, ബ്രോങ്കസ്. പ്രൈമറി ബ്രോങ്കസ്, അത് ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ബ്രോങ്കിയോൾസായി അല്ലേ. ബ്രോങ്കിയോൾസ് എന്നും അതിൻ്റെയും ബ്രാഞ്ചസ് ആണ്. അത് പ്രൈമറി, സെക്കൻഡറി, അങ്ങനെ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയുണ്ട്. അവസാനം അത് അവസാനിക്കുന്നത് ആൽവിയോൾ എന്ന എയർ സാക്കിനകത്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഡി എന്ന ഉത്തരമല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ, എന്താണ് ഇതിൻ്റെ ഓർഡർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3. എ തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ് വിച്ച് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ലാരിങ്സ് ഡ്യൂറിങ് സ്വാലോവിങ്. നമുക്കറിയാം ഫാരിങ്സ് ഒരു കോമൺ പാസേജാണ്. അതിലൂടെ ഫുഡും കടന്നു പോകും, എയറും കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഫുഡ് പൈപ്പിലോട്ടും
എയർ വിൻഡ് പൈപ്പിലോട്ടുമാണ് കയറി വരേണ്ടത്. അതേ സമയത്ത് ചിലപ്പോൾ എന്തായി പോവാം, ഈ ഫുഡ് വിൻഡ് പൈപ്പിൽ കയറി പോവാം, ട്രക്കിയയിൽ കയറി പോവാം. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാലോ ചെയ്യുന്ന സമയത്ത് ഈ ട്രക്കിയയ്ക്ക് ഫുഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാർട്ടിലേജിനസ് എലാസ്റ്റിക് കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരടപ്പുണ്ട്. അത് എവിടെയാണ് കാണുന്നത്? ഗ്ലോട്ടിസിന് മുകളിൽ. ഗ്ലോട്ടിസ് എന്താ? ഈ ട്രക്കിയയുടെ ഓപ്പണിങ്ങിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുക. അതിൻ്റെ മുകളിൽ കാണും. ഇത് ഒരു ട്രക്കിയയുടെ ഓപ്പണിംഗ് ആണെങ്കിൽ മേലെ കാണുന്ന ഒരു അടപ്പ്, മേലെ എപ്പി. അപ്പം അതിൻ്റെ പേരെന്താ? എപ്പിഗ്ലോട്ടിസ് എന്നാണ്. ഇറ്റ് ഈസ് എൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ നോക്കൂ. അറ്റ് വിച്ച് തൊറാസിക് വെർട്ടിബ്ര ഡസ് ദ ട്രക്കിയ ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ബ്രോങ്കസ്? നമ്മൾ പഠിച്ചു, ഇങ്ങനെ ട്രക്കിയ വന്ന് അത് ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ബ്രോങ്കസ് ആവും, പ്രൈമറി ബ്രോങ്കസ്. അത് ഏത് ലെവലിലാണ് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം 5th തൊറാസിക് വെർട്ടിബ്ര. അതായത് നമ്മൾ ചോദിച്ച വിച്ച് തൊറാസിക് വെർട്ടിബ്ര, 5th തൊറാസിക് വെർട്ടിബ്രയാണ്. നിങ്ങൾ 269 പേജിൽ, പേജ് നമ്പർ 269 ആ ലങ്സിൻ്റെ ചിത്രമുള്ള ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2 പ്രൈമറി ബ്രോങ്കായ്. എന്താണ്? അറ്റ് ദ 5th തൊറാസിക് വെർട്ടിബ്ര ലെവൽ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 269 നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താന്ന് നോക്കൂ. ദ ഫങ്ഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിംഗ് ഇൻ ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, സി ഷേപ്പ്ഡ് ആയിട്ടുള്ള കാർട്ടിലേജിനസ്, ഹൈലൈൻ കാർട്ടിലേജ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന റിംഗ് ആണ് ഇതിൽ കാണുന്നത്, ട്രക്കിയൽ റിങ്സ്. അത് എന്തിനാണെന്ന ചോദ്യം ഞാൻ നേരത്തെ നിങ്ങളോടത് പറഞ്ഞതാണ് അല്ലേ. പ്രൊട്ടക്ട് ദ ആൽവിയോൾസ് ആണോ? അല്ല. ഹാർഡൻ ദ ടെർമിനൽ എൻഡോ ബ്രോങ്കിയോൾസ് ആണോ? ഇന്റർ കണക്ട് ബ്രോങ്കിയോൾസ് വിത്ത് ആൽവിയോൾ ആണോ? അല്ല. ഇറ്റ് സപ്പോർട്ട് ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ഇനിഷ്യൽ ബ്രോങ്കിയോൾസ് ഫ്രം കൊളാപ്സിങ്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താ നോക്കൂ. ആൽവിയോൾസ് ഇൻ ഹ്യൂമൻ ലങ്സ് ആർ. ആൽവിയോൾസ് എന്താണ്? വായു അറകൾ, എയർ സാക്സ് എന്ന് പറയുന്ന ആൽവിയോൾ എന്താണ്? ദേ ആർ തിൻ വാൾഡ്, വാസ്കുലറൈസ്ഡ് ഇറഗുലർ വാൾഡ് സ്ട്രക്ചർ. കൃത്യമായിട്ട് NCERT ടെസ്റ്റിൽ കൊടുത്തതാണിത്. ആൽവിയോൾസ് ആർ തിൻ വാൾഡ്, വാസ്കുലറൈസ്ഡ്, ബ്ലഡ് വെസൽ ചുറ്റിലുമുണ്ട്, ഇറഗുലർ വാൾഡ് സ്ട്രക്ചേഴ്സ് എന്ന് NCERTയിലുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താണെന്ന് നോക്കൂ. കണ്ടക്റ്റിംഗ് പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ 2 പാർട്ടാണുള്ളത്, കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് ഓർ റെസ്പിറേറ്ററി പാർട്ടും. കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ ജോലി എന്താ? അത് എയറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്, തിരിച്ചു കൊണ്ടുപോവുക. എക്സ്ചേഞ്ച് പാർട്ടാണ് ഏറ്റവും പ്രധാനം. ആൽവിയോളും അതുമായി ബന്ധപ്പെട്ട ഡക്റ്റുമല്ലേ എക്സ്ചേഞ്ച് പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എവിടെ വരെ? എക്സ്റ്റേണൽ നോസ്ട്രിൽ അപ് ടു ടെർമിനൽ ബ്രോങ്കിയോൾ. നോസ്ട്രിൽ മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയുള്ള ഭാഗത്തുകൂടെയാണ് എയർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. അതിനെയാണ് കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സ്ചേഞ്ച് പാർട്ട് ഏതാ? റെസ്പിറേറ്ററി പാർട്ട് ഓർ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടെർമിനൽ ബ്രോങ്കിയോൾ കഴിഞ്ഞാൽ അടുത്തത് ആൽവിയോൾ ആൻഡ് ദെയർ ഡക്ട്സ് ആണ്. ഇപ്പോൾ ആൽവിയോളും അതുമായി ബന്ധപ്പെട്ട ഡക്റ്റുകളും കൂടിയ ഭാഗമാണ് റെസ്പിറേറ്ററി പാർട്ട് അഥവാ എക്സ്ചേഞ്ച് പാർട്ട്. ഈ ഭാഗത്ത് എന്തു മാത്രമേ നടക്കുള്ളൂ? എക്സ്ചേഞ്ചേ നടക്കുള്ളൂ. കണ്ടക്റ്റിംഗ് പാർട്ടിൽ കണ്ടക്ഷനേ നടക്കുള്ളൂ. കണ്ടക്ഷൻ മീൻസ് ട്രാൻസ്പോർട്ടേ നടക്കൂ, അവിടെ എക്സ്ചേഞ്ച് നടക്കില്ല. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 മനസ്സിലായല്ലോ. അത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. The dorsal, ventral, lateral and lower side of the thoracic chamber is bounded by. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, പക്ഷെ പല ആൾക്കാർക്കും ഡോർസൽ വെൻട്രൽ അറിയില്ല എന്നുള്ളതാണ്. അതാണ്, അല്ലാതെ ബാക്കിയൊക്കെ അറിയാം. നോക്കൂ, ഇതാണ് ഡോർസൽ. അപ്പോൾ ഡോർസൽ നമ്മുടെ തൊറാസിക് ചേംബർ എന്ന് പറയില്ലേ, തൊറാസിക് കാവിറ്റി, അതൊരു
എങ്ങനെയാണ് ആ ഒരു എയർ ടൈറ്റ് ചേംബറാണത്. അത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം. പുറം ഭാഗത്ത് ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളം അല്ലേ, വെൻട്രൽ സൈഡിൽ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഈ ഭാഗത്ത് സ്റ്റേണം, സൈഡിലായിട്ട് റിബ്സ്, അടിഭാഗത്ത് എന്താ. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ എന്താ, അപ്പോൾ ഇങ്ങനെ തൊറാസിക് കാവിറ്റി ആണെങ്കിൽ ഈ തൊറാസിക് കാവിറ്റിയുടെ ബാക്ക് സൈഡിൽ, അതായത് ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളം, വെൻട്രൽ സൈഡിൽ സ്റ്റേണം, പിന്നെ സൈഡിലായിട്ട് റിബുകൾ, വാരിയല്ലുകൾ, അടിഭാഗത്ത് ഡോം ഷേപ്പ്ഡ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഡോം ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡയഫ്രം ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരിക? ക്വസ്റ്റ്യൻ നമ്പർ 9 ഡോർസൽ വെർട്ടിബ്രൽ കോളം ശരിയാണ്, വെൻട്രൽ സ്റ്റേണം ശരിയാണ്, ലാറ്ററൽ സൈഡിലായിട്ട് റിബ്സ് ശരിയാണ്, ലോവർ സൈഡിൽ ഡയഫ്രം ഡോം ഷേപ്പ്ഡ് ഡയഫ്രം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ വരും. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താ? ഇൻ ഹ്യൂമൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ റെസ്പിറേഷൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലേ. നമ്മുടെ പേജ് നമ്പർ 270 എടുക്കൂ. പേജ് നമ്പർ 270 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5 സ്റ്റെപ്പായി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് റെസ്പിറേഷനിലെ 5 സ്റ്റെപ്പ്? ഒന്നാമത്തത് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ അറ്റ്മോസ്ഫെറിക് എയർ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫെറിക് എയർ ആൻഡ് ആൽവിയോൾ. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്തെടുക്കാം? അറ്റ്മോസ്ഫെറിക് എയറും ആൽവിയോളെ, ഇവ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്. ഇങ്ങോട്ട് ഓക്സിജൻ, ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ ആൽവിയോളും എന്തും തമ്മിൽ, ബ്ലഡും തമ്മിലുള്ള എക്സ്ചേഞ്ച്. ഇങ്ങോട്ട് ഓക്സിജൻ, ഇങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ബ്ലഡ് ഇൻ ഹ്യൂമൻ ഓർ ഇൻ മാമൽസ്, യു നോ, നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ബ്ലഡ് ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്ന്. അപ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡിലെത്തിയിരിക്കുന്ന ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? നാലാമത്തെ സ്റ്റെപ്പ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ ആണ്. ബ്ലഡിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂവിലേക്കും, ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലോട്ടും. അപ്പോൾ 4 സ്റ്റെപ്പായി. അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ച എന്താ? യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ ടിഷ്യൂ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കാറ്റബോളിക് ആക്ടിവിറ്റീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ്ഡ് എന്നാണ്. ഈ ടിഷ്യൂവിന് കിട്ടിയിരിക്കുന്ന ഓക്സിജനെ അത് എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു, കാറ്റബോളിസം നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ ആൽവിയോളാർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ശരിയല്ലേ? ഇതല്ലേ നമ്മൾ പറയുന്ന ആൽവിയോളാർ ഡിഫ്യൂഷൻ? പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ് ശരിയല്ലേ? ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ ശരിയല്ലേ? യൂട്ടിലൈസേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ സെൽസ്, ഇതല്ലേ മക്കളെ തെറ്റ്? ഇവിടെ എന്താ വേണ്ടത്? യൂട്ടിലൈസേഷൻ ബൈ ഓക്സിജൻ എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് എന്തിലൊരു സ്റ്റെപ്പല്ല, റെസ്പിറേഷനിലെ ഒരു സ്റ്റെപ്പല്ല. അതുകൊണ്ട് ഇതാണ് തെറ്റായത് വരിക. ഉത്തരം 10ാമത്തെ ക്വസ്റ്റിന് ഡി ആണ് ഉത്തരം വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ നോക്കൂ. 11ൽ ഇൻസ്പിറേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ. നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഇൻസ്പിറേഷൻ നടക്കുക? ഇങ്ങനെ ഉള്ളോട്ട് നമ്മൾ വലിക്കുന്നു. ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക? നിങ്ങൾക്കറിയാം ഡോം ഷേപ്പ്ഡ് ആയിരിക്കുന്ന ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് നേരെയാവും. ഡോം പോലിരിക്കുന്ന ഡയഫ്രം ചുരുങ്ങി അത് ഫ്ലാറ്റ് ആവും. അപ്പോൾ എന്താ സംഭവിച്ച്? സാധാരണ ഒരാളുടെ ഇങ്ങനെയാണ് എന്തിരിക്കുക, അത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ തൊറാസിക് കാവിറ്റി ലങ്സ് ഇരിക്കുന്നത്. ഈ ഇൻസ്പിറേഷൻ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇൻസ്പിറേഷൻ സമയത്ത് നേരത്തെ ഡോം ഷേപ്പ് ആയിരിക്കുന്ന ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഡോം ഷേപ്പ് ആയത് നേരെയായി. അങ്ങനെ ഡോം ഷേപ്പ് നേരെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉള്ളിലുള്ള തൊറാസിക് കാവിറ്റിയുടെ വലിപ്പം കൂടും. തൊറാസിക് കാവിറ്റിയുടെ വലിപ്പം കൂടുമ്പോൾ പൾമോണറി വോളിയവും കൂടും. പൾമോണറി വോളിയം കൂടുമ്പോൾ പൾമോണറി പ്രഷർ, ഇൻട്രാ പൾമോണറി പ്രഷർ കുറയും. അപ്പോഴാണ് പുറത്തുനിന്ന് കുറവുള്ള ഉൾഭാഗത്തേക്ക്, കൂടുതലുള്ള പുറത്തുനിന്ന് പ്രഷർ കുറവുള്ള ഉൾഭാഗത്തേക്ക്
ഓക്സിജൻ റിച്ച് എയർ വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്പിരേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിന് കാരണം കോൺട്രാക്ഷൻ ഓഫ് ദ ഡയഫ്രം അല്ലേ, കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ് ഇതിന് കാരണം. മക്കളെ കാര്യമായിട്ടൊരു സാധനം ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഫ്രം എന്താ ചെയ്യുക, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലാണ്. ഇങ്ങനെയാണ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ, നമ്മളെ തല ടു കാലിൽ ആ ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വോളിയം കൂടുന്നത്. അതേ സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റിബ് കേജ് പൊങ്ങുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡോർസോ വെൻട്രൽ ആക്സിസിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആണെങ്കിൽ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് ആണ് വലിപ്പം വെക്കുക എന്തിൻ്റെ, തൊറാസിക് കാവിറ്റി. അതേ സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിലാണെങ്കിൽ ഡോർസോ വെൻട്രൽ ആക്സിസിലാണ് വരിക എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ നോക്കൂ. എക്സ്പിരേഷൻ ഒക്കേഴ്സ് വെൻ, എപ്പോഴാണ് എക്സ്പിരേഷൻ നടക്കുക? ഇൻസ്പിരേഷൻ നടന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ പൾമോണറി പ്രഷർ കുറവും അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടിയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും പുറത്തേക്ക് പോവുക? എക്സ്പിരേഷൻ നടക്കുക എന്തായിരിക്കും, നിങ്ങൾ ചിന്തിച്ചറിഞ്ഞൂടെ? ഇൻട്രാ പൾമോണറി പ്രഷർ കൂടുതലും അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവും വരുമ്പോഴാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ പുറത്തേക്ക് പോവുക. അപ്പോൾ അതിനർത്ഥം എന്താ, എക്സ്പിരേഷൻ നടക്കണമെങ്കിൽ ഉള്ളിൽ പ്രഷർ കൂടണം, ഇൻട്രാ പൾമോണറി പ്രഷർ കൂടണം, പുറത്ത് കുറയണം. ഹയർ ടു ലോവർ, കാരണം സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയല്ലേ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരിക? ഇൻട്രാ പൾമോണറി പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇൻട്രാ പൾമോണറി പ്രഷർ കുറയുകയും അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടുകയും ചെയ്യുമ്പോൾ എന്താ വരിക? എപ്പോഴാണ് ഇൻസ്പിരേഷൻ സംഭവിക്കുക? ഇൻസ്പിരേഷൻ സംഭവിക്കുന്ന എപ്പോഴാ? ഇൻട്രാ പൾമോണറി പ്രഷർ എന്തായിരിക്കണം? കുറവും അറ്റ്മോസ്ഫറിക് കൂടുതലുമാവണം, അപ്പോഴാണ്. ഇനി എക്സ്പിരേഷൻ എപ്പോഴാണ് സംഭവിക്കുക? എക്സ്പിരേഷൻ സംഭവിക്കുമ്പോൾ ഇൻട്രാ പൾമോണറി പ്രഷർ കൂടുതലും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും ചെയ്യുമ്പോഴാണ് എക്സ്പിരേഷൻ സംഭവിക്കുക. അപ്പോൾ ഇൻട്രാ പൾമോണറി പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കൂ. ഡ്യൂറിങ് എക്സ്പിരേഷൻ സമയത്ത് എന്താ സംഭവിക്കുക? എന്തുകൊണ്ടാണ് എക്സ്പിരേഷൻ സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, നേരത്തെ ഡോം ഷേപ്പ് ആയിരുന്നത് കോൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റ് ആയപ്പോഴാണ് ഇൻസ്പിരേഷൻ സംഭവിച്ചത്. ഈ ഇൻസ്പിരേഷന് ശേഷം നമ്മുടെ ഡയഫ്രം റിട്ടേൺ ഇൻ ടു ദ നോർമൽ പൊസിഷനാണ്, അതായത് റിലാക്സ് ആണ്. അപ്പോൾ അത് വീണ്ടും മുകളിലേക്ക് തന്നെ പോകും. പിന്നെ അതേപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യും, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യും. അപ്പോൾ പൊങ്ങിയ റിബ് കേജ് താഴും. മൊത്തത്തിൽ എന്താ സംഭവിക്കുക? നമ്മുടെ തൊറാസിക് കാവിറ്റിയുടെ വലിപ്പം കുറയും. തൊറാസിക് കാവിറ്റിയുടെ വലിപ്പം കുറയുക എന്ന് പറയുമ്പോൾ പൾമോണറി വോളിയം കുറഞ്ഞു, പൾമോണറി പ്രഷർ കൂടി. ഇത്രയല്ലേ? നോക്കൂ, തൊറാസിക് വോളിയം ഇൻക്രീസസ് ആൻഡ് ഡയഫ്രം കോൺട്രാക്ട്. ഇത് തെറ്റല്ലേ? എക്സ്പിരേഷൻ സമയത്ത് തെറ്റാണ്. ഓക്കെ, ഇനിയോ ഇൻട്രാ പൾമോണറി പ്രഷർ ഇൻക്രീസസ് എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കറക്റ്റാണ്. സ്റ്റേർണം റിട്ടേൺ ഇൻ ടു ദ നോർമൽ പൊസിഷൻ ശരിയല്ലേ? അതുകൊണ്ട് ബോത്ത് ബി ആൻഡ് സി എന്ന ഉത്തരം ഇതിന് വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 ടൈഡൽ വോളിയം. അപ്പോൾ നമ്മൾ ഇതോടുകൂടെ ആ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ് എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ടൈഡൽ വോളിയം, നമ്മൾ ഈ ഒരു കാര്യം എൻട്രൻസിന് ചോദിക്കുമ്പോൾ കുറച്ച് പഞ്ച് വേർഡുകൾ പഠിക്കാനുണ്ട്. എന്താ പഞ്ച് വേർഡ്? ടൈഡൽ വോളിയം എന്ന് കേട്ടാൽ അതിൻ്റെ പഞ്ച് വേർഡ് നോർമൽ റെസ്പിറേഷൻ എന്നാണ്. നോർമൽ റെസ്പിറേഷൻ കണ്ടാൽ അത് ടൈഡൽ വോളിയമാണ്, 500 ml ആണ് അല്ലേ? പിന്നെ IRV ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഞ്ച് വേർഡ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഇങ്ങനെ ഉള്ളോട്ട് വലിക്കുക. ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ എന്ന വാക്ക് കണ്ടാൽ അത് IRV ആണ്. അതിൻ്റെ വാല്യൂ 2500 3000 ml, 2500 to 3000 ml. അടുത്തതോ ERV എക്സ്പിരേറ്ററി റിസർവ് വോളിയം, അതായത് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ എന്ന പഞ്ച് വേർഡ് കണ്ടാൽ അത് ERV ആണ്, 1000 1100 ml.
ഇനി നമുക്ക് നോക്കാം. ഇതെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കും. ആഞ്ഞ് വലിച്ചപ്പോൾ 2500-3000 ml ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആഞ്ഞ് പുറത്തേക്ക് ഫോഴ്സ് ചെയ്തിട്ട് പുറത്തേക്ക് വിട്ടപ്പോൾ എത്രയാ? ആകെ വന്നത് 1000-1100 അതിൻ്റെ അർത്ഥം എന്താ? സംതിങ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ലെങ്ത് ആഫ്റ്റർ ഈവൻ ഓർ ആഫ്റ്റർ ഈവൻ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ അല്ല, എക്സ്പിരേഷൻ. അതായത് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷവും എന്തൊക്കെയോ ലങ്സിനകത്ത് ബാക്കിയുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ സംതിങ് ലെഫ്റ്റ് ബിഹൈൻഡ്, റിമൈൻ എന്നൊക്കെ പഞ്ച് വേർഡ് വന്നാൽ മനസ്സിലാക്കുക, അത് റിസർവ് വോളിയം അല്ല, അത് റെസിഡുവൽ വോളിയമാണ്. RV ആണ്. റെസിഡുവൽ വോളിയം RV എന്ന് പറയും. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ലങ് കൊളാപ്സ് ചെയ്യാതെ പോകുന്നത്. നമ്മൾ ആഞ്ഞിട്ട് പുറത്തേക്ക് തള്ളുമ്പോൾ ഉള്ള എയറൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലങ്സ് കൊളാപ്സ് ആയി പോവില്ലേ? അത് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ റെസിഡുവൽ വോളിയം എന്ന് പറയുന്ന എന്തുണ്ട്? ഒരു റെസിഡുവൽ വോളിയം ഉള്ളത് കൊണ്ടാണ്. 1100 to 1200 ml ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ടൈഡൽ വോളിയം കാണുമ്പം നമുക്കതിൻ്റെ പഞ്ച് വേർഡ് ഉപയോഗിച്ചൂടെ? നോർമൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 14, വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഇൻ നോർമൽ ബ്രീത്തിങ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താ നോക്കൂ. ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം ഓഫ് എൻ അത്ലറ്റ് ഈസ്. ടൈഡൽ വോളിയം 500-ഉം ERV എത്രയാണ്? 1000-ഉമാണ്. വാട്ട് വിൽ ബി ദ EC എക്സ്പിരേറ്ററി കപ്പാസിറ്റി ഇഫ് ദ റെസിഡുവൽ വോളിയം ഈസ് 1200 ml? അത് വെറുതെ നമ്മളെ തെറ്റിക്കാൻ തന്നതാ. ഈ റെസിഡുവൽ വോളിയത്തിൻ്റെ ആവശ്യം ഇവിടെ പറയേണ്ടതില്ല. കാരണം എന്താ? എക്സ്പിരേറ്ററി കപ്പാസിറ്റി എങ്ങനെയാണ് കാണുക? എക്സ്പിരേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു TV പ്ലസ് ERV എന്നാണ്. IC ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി TV പ്ലസ് IRV ആണെങ്കിൽ EC ഈസ് ഈക്വൽ ടു TV പ്ലസ് ERV ആണ്. TV എത്രയാ? 500 ml. ERV എത്രയാ? 1000 ml. അപ്പോൾ 1500 ml എന്നുള്ള ഓപ്ഷൻ D ആണ് ഇവിടെ വരേണ്ടത്. ഇത് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് 1200 ml ആണ് റെസിഡുവൽ വോളിയം എന്നൊക്കെ തന്നത്. അതിൻ്റെ ആവശ്യം ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഈ വോളിയം കണ്ടുപിടിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താ? സ്പൈറോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഈ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ വോളിയം, ഏതൊക്കെ കപ്പാസിറ്റി സ്പൈറോമീറ്ററോടെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ടൈഡൽ വോളിയം കണ്ടുപിടിക്കാം, IRV കണ്ടുപിടിക്കാം, ERV കണ്ടുപിടിക്കാം. എന്നാൽ RV കണ്ടുപിടിക്കാൻ സ്പൈറോമീറ്ററിന് പറ്റില്ല. അതേപോലെ കപ്പാസിറ്റിയിൽ IC ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാം, എക്സ്പിരേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാം, വൈറ്റൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ഇത് മൂന്നും കണ്ടുപിടിക്കാൻ എന്തിനു പറ്റും? അതായത് TV പ്ലസ് IRV ആണ് IC, TV പ്ലസ് ERV ആണ് EC, TV പ്ലസ് IRV പ്ലസ് ERV ആണ് VC വൈറ്റൽ കപ്പാസിറ്റി. ഇത് മൂന്നും കണ്ടുപിടിക്കാം. എന്നാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? FRCയും TLCയും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം രണ്ടിലും RV ഉണ്ട്. ERV പ്ലസ് RV ആണ് FRC. അതിൽ RV കണ്ടുപിടിക്കാൻ സ്പൈറോമീറ്ററിന് പറ്റില്ല. അതുപോലെ നാലും കൂടെ TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV കൂടിയതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ അതിലും RV ഉണ്ട്, അതും കണ്ടുപിടിക്കാൻ പറ്റില്ല സ്പൈറോമീറ്ററിൽ. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ എന്ന് കേൾക്കുമ്പോൾ അതൊരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ അല്ലേ? ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ വന്നാൽ നിങ്ങൾക്കറിയാലോ അത് IRV ആണ്. അതുപോലെ എക്സ്പയർ പറയുന്നുണ്ട്, ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അത് ERV അല്ലേ? അപ്പോൾ നമുക്ക് B എന്നുള്ള ഉത്തരല്ലേ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 17 lungs are made up of air filled sacs, the alveoli. They do not collapse even after forceful expiration. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടക്കുമ്പോഴും ലങ്സ് കൊളാപ്സ് ചെയ്യാതിരിക്കുന്നത്? ഡ്യൂ ടു ദ റെസിഡ്യുവൽ വോളിയം. 1100-1200 ml നമ്മൾ ലങ്സിൽ കിടക്കുന്നുണ്ട്. അതിനെയാണ് റെസിഡ്യുവൽ വോളിയം RV എന്ന് പറയുക. ക്വസ്റ്റ്യൻ നമ്പർ 18 ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ the amount of air that can be breathed out by maximum expiration is equal to. ഇപ്പം നേരത്തെ നിങ്ങളോട് ഒരു പഞ്ച് വേർഡ് പറഞ്ഞു. ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ വന്നാൽ IRV ആണെന്നും
ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ വന്നാൽ ERV ആണെന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും ഫോഴ്സ്ഫുൾ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക? IRVയിൽ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ആണെങ്കിൽ നോർമൽ എക്സ്പിരേഷൻ ആണ്. ERVയിലോ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആണെങ്കിൽ നോർമൽ ഇൻസ്പിരേഷൻ ആണ്. പക്ഷേ ഇവിടെ രണ്ടും ഫോഴ്സ്ഫുൾ ആകുമ്പോൾ ഉണ്ടല്ലേ, രണ്ടും നമ്മൾ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഫോഴ്സ്ഫുൾ ആകുമ്പോൾ ആ വാക്ക് കണ്ട് ആ പഞ്ച് വേർഡ് വന്നാൽ മനസ്സിലാക്കണം അത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. വൈറ്റൽ കപ്പാസിറ്റി VCയുടെ ഇക്വേഷൻ എന്താ? VC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV. എടാ, ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷനുമാണ് മാക്സിമം എക്സ്പിരേഷനുമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ്ഫുൾ എക്സ്പിരേഷനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? രണ്ടും എന്താണ്? ഫോഴ്സ്ഫുൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? വൈറ്റൽ കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി TV പ്ലസ് IRV പ്ലസ് ERV. അങ്ങനെ ഒരു ഓപ്ഷനകത്ത് ഉണ്ടോ നോക്കൂ. യെസ്, IRV പ്ലസ് TV പ്ലസ് ERV ഷഫിൾ ചെയ്ത് തന്നാൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി പഠിക്കണേ, രണ്ടും ഫോഴ്സ്ഫുൾ ആവുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 19. ടോട്ടൽ ലങ് കപ്പാസിറ്റി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ശരിയാണ്. RV പ്ലസ് ERV പ്ലസ് TV പ്ലസ് IRV നാലും കൂടെ കൂട്ടിയത് ശരിയാണ്. ഈ IRV പ്ലസ് ERV പ്ലസ് TV എന്താ? വൈറ്റൽ കപ്പാസിറ്റിയാ. വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV അതും ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദിസ് എന്ന ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് എല്ലാ വോളിയവും അതിൻ്റെ വാല്യൂവും എന്താണെന്നുള്ളത് ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. ഇൻ ഹ്യൂമൻ, അതോടുകൂടി നമ്മൾ ആ പാർട്ട് കഴിഞ്ഞു. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന പാർട്ടിലേക്കാണ് വരുന്നത്. ഇൻ ഹ്യൂമൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ഓർ ഹൈ പ്രഷർ ടു ലോ കോൺസെൻട്രേഷൻ ഓർ ലോ പ്രഷർ. ദാറ്റ് മീൻസ് ബൈ ഡിഫ്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 21 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. നിങ്ങൾക്കറിയാം റേറ്റ് ഓഫ് ഡിഫ്യൂഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പ്രഷർ ഓഫ് ദ ഗ്യാസസ് ആണ്. രണ്ടാമത്തത് സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസസ് ആണ്. തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണ്. അപ്പോൾ ഓൾ ഓഫ് ദിസ് എന്ന ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. D ഈസ് ദ റൈറ്റ് ആൻസർ. എല്ലാം ഇല്ലേ? പ്രഷർ കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷനും കൂടുതലായിരിക്കും. സോളിബിലിറ്റി കൂടിയാൽ ഡിഫ്യൂഷനും കൂടുതലായിരിക്കും. തിക്നെസ് കൂടിയാൽ എന്താണ്? ഡിഫ്യൂഷൻ കുറവായിരിക്കും. ഇങ്ങനെയാണ്. എന്തായാലും 3 ഫാക്ടേഴ്സ് ഉണ്ട്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോൾസ് ഓഫ് ദ ലങ്. ലങ്ങിൻ്റെ ആൽവിയോൾസിലെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കൂ. ഈ ഒരു ഇതിനെ ബേസ് ഇത് എന്തായാലും പഠിക്കണം. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്സിജൻ അറ്റ്മോസ്ഫറിക് എയറിൽ 159 മില്ലിമീറ്റേഴ്സ്, ആൽവിയോളിൽ 104 ആൽവിയോളിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് 40ലേക്ക് പോരും. ഇംപ്യൂർ ബ്ലഡ് ഇത് കിട്ടുമ്പോൾ എന്തായി പോവും? ഇംപ്യൂർ ബ്ലഡ് ഓക്സിജനെ കിട്ടുമ്പോൾ അത് പ്യുവർ ആവും, കൺവേർട്ട് ആവും. അത് എക്സ്ചേഞ്ച് അല്ല. പിന്നെ ഇവിടെയുള്ള 95 നിന്ന് ടിഷ്യൂലേക്ക് പോകും. ഇതാണ് ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നേരെ തിരിച്ചിട്ടല്ലേ? കണ്ടോ, ടിഷ്യൂവിൽ നിന്ന് ബ്ലഡിലോട്ട് വരും. പ്യുവർ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമ്പോൾ അത് ഇംപ്യൂർ ആയി പോകും. അത് ഇൻറ്റേർണൽ കൺവേർഷനാണ്. ഇനി 45 നിന്ന് 40ലോട്ട് പോകും ആൽവിയോൾ. ഇവിടുന്ന് 0.3 പുറത്തേക്ക് പോകും. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട്. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? ഇതിലത്തെ ചോദ്യം അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോൾ ഓഫ് ദ ലങ്ങേഴ്സ്. ലങ്ങിലെ എത്രയത്? ഓക്സിജൻ്റെ 104 നമ്മളെ ചോദ്യത്തിന് ഉത്തരം എന്തൊക്കെയാണ്? ഈക്വൽ ടു ദാറ്റ് ഓഫ് ബ്ലഡ് ആണോ നോക്കൂ. ബ്ലഡിനേക്കാൾ ഈക്വൽ ആണോ? അല്ല. പിന്നെ മോർ ദാൻ ദാറ്റ് ഓഫ് ദ ബ്ലഡ് അല്ലേ? ഉത്തരം ശരിയല്ലേ? 104. ബ്ലഡിൽ 40ഉം 95 ഉള്ളൂ. അതിനേക്കാൾ കൂടുതലല്ലേ 104. അപ്പോൾ ബ്ലഡിനേക്കാൾ കൂടുതൽ ഉത്തരം കിട്ടി. ലെസ് ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ് അല്ലല്ലോ. ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും അല്ല. 104 ഉള്ളത്. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് 104 വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വരും. ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കൂ. നെയിം ദ ആർട്ടറി വിച്ച് ക്യാരി ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെ പഠിച്ചതാ? അത് ബോഡി ഫ്ലൂയിഡ്സിൽ പഠിച്ചതാണ്. പൾമണറി ആർട്ടറി ഈസ് എൻ ആർട്ടറി വിച്ച് ക്യാരി ഇംപ്യൂർ ബ്ലഡ്. പൾമണറി വെയിൻ ഈസ് എ വെയിൻ വിച്ച് ക്യാരി പ്യുവർ ബ്ലഡ്. ആർട്ടറി പ്യുവർ ആണെങ്കിൽ പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് ആണ്.
വെയിൻ ഇംപ്യൂർ ബ്ലഡ് ആണെങ്കിൽ പൾമോണറി വെയിൻ പ്യുവർ ബ്ലഡ് ആണ്. അപ്പോൾ ഇവിടെ പൾമോണറി ആർട്ടറി എന്ന ഉത്തരം വരും. ക്വസ്റ്റ്യൻ നമ്പർ 24 എന്താ? ഇത് കണ്ടോ, പ്രഷർ ഓഫ് ദ ഗ്യാസും സിസ്റ്റമിക് വെയിനും സിസ്റ്റമിക് ആർട്ടറിയും തന്നിട്ടുണ്ട്. സിസ്റ്റമിക് ആർട്ടറിയിൽ എന്തായിരിക്കും, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഇങ്ങനെ തരുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷനാണ്. സിസ്റ്റമിക് സർക്കുലേഷൻ പോകുമ്പോൾ സിസ്റ്റമിക് ആർട്ടറികളിൽ പ്യുവർ ബ്ലഡ് അല്ലേ, അയോർട്ടയിൽ നിന്ന് വരുന്ന പ്യുവർ ബ്ലഡാണ് സിസ്റ്റമിക് ആർട്ടറികളിൽ ഉണ്ടാവുക. അപ്പോൾ സിസ്റ്റമിക് ആർട്ടറി എന്ന് പറയുമ്പോൾ ഇത് പ്യുവർ ബ്ലഡാണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. സിസ്റ്റമിക് വെയിനിലോ ഇംപ്യുവർ ബ്ലഡാണ്, അതായത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഈ ഇത് നോക്കിയാൽ കാണാം, പ്യുവർ ബ്ലഡിൽ 95ഉം ഇംപ്യുവർ ബ്ലഡിൽ 40ഉമാണ് ഓക്സിജൻ്റെ. അതല്ല ഇവിടെ കാണുന്നത് നിങ്ങൾ, 40ഉം 95ഉം. ഇനി അടുത്ത ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദാ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? പ്യുവർ ബ്ലഡിൽ 40ഉം ഇംപ്യുവർ ബ്ലഡിൽ 45ഉമാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ പ്യുവർ ബ്ലഡിൽ എ എന്ന് പറയുന്നത് എത്രയാണ്? 45 അല്ലേ? ഇവിടെ 40, ഇത് 40, 45 ശരി തന്നെയല്ലേ? 40, 45. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 45, ബി ഈസ് ഈക്വൽ ടു 40 എന്ന ഓപ്ഷൻ എയിലേ വരിക. 24 എ വരും. ക്വസ്റ്റ്യൻ നമ്പർ 25. ഓൾമോസ്റ്റ് സെയിം PO2 ഇൻ ഹ്യൂമൻ ഈസ് ഫൗണ്ട് ഇൻ. ഓൾമോസ്റ്റ് സെയിം PO2 എവിടെയൊക്കെ? എഗെയിൻ നമ്മുടെ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണിത്. എവിടേക്കാണ് ഏകദേശം ഒരുപോലെ PO2 വരുന്നത്? ഇംപ്യുവർ ബ്ലഡിലും ടിഷ്യൂലും നോക്കൂ, 40 അല്ലേന്ന്. ഇംപ്യുവർ ബ്ലഡിൽ 40 മില്ലിമീറ്റേഴ്സ് ആണ്, ടിഷ്യൂലും 40 മില്ലിമീറ്റേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിന് എന്ത് ഉത്തരം പറയേണ്ടി വരിക? ടിഷ്യൂ ആൻഡ് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ഒക്കെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ടേബിളാണ്. നമ്മൾ ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് പഠിക്കണം അത് കേട്ടോ. ഇനി ദ സോളുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് ഈസ്, നമുക്കറിയാം അത്. സോളുബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് ഈസ് 20 to 25 times ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ എന്ന് നമുക്ക് അറിയുന്ന പോയിൻ്റാണ്. ഇതുകൊണ്ടാണ് സോളുബിലിറ്റി കൂടുമ്പോൾ എന്ത് കൂടുന്നു? സോളുബിലിറ്റി കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടുന്നത് നമുക്കറിയാം. ആ ഒരു കാരണമാണ് 3% ഓക്സിജനാണ് ഡിസോൾഡ് ഫോമിൽ, 97% ഹീമോഗ്ലോബിൻ്റെ കൂടെ RBCയുടെ കൂടെയും 3% ഡിസോൾഡ് ഫോമിലുമാണ് ഓക്സിജൻ. എന്നാൽ 70% കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് രൂപത്തിലും 20-25% കാർബാമിനോ ഹീമോഗ്ലോബിൻ വിത്ത് ഹീമോഗ്ലോബിൻ RBC ആയിട്ടും 7% ഡിസോൾഡ് ആണ്. മറ്റേത് 3% ഓക്സിജൻ ഉള്ളപ്പം ഇവിടെ 7% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഡിസോൾഡ് ഫോം ആണ്. കാരണം ദ ഡിഫ്യൂഷൻ ഈസ് മോർ ബിക്കോസ് ഓഫ് സോളുബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27. ഈ ചിത്രം നിങ്ങൾക്ക് അറിയുന്ന ചിത്രമാണ്. ഈ ചിത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചിത്രമാണ്. ഇതിനകത്ത് എന്താ? ഇത് നമ്മളെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ ചിത്രമാണ്. നിങ്ങൾ ഡിഫ്യൂഷൻ മെംബ്രെയിൻ പേജ് നമ്പർ 273 എടുത്തോളൂ. പേജ് നമ്പർ 273 എടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രം കാണാം. എന്താണ് ഒരു ഡിഫ്യൂഷൻ മെംബ്രെയിൻ? ആ ഡിഫ്യൂഷൻ മെംബ്രെയിൻ എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. അതായത് ആൽവിയോളാർ മെംബ്രെയിൻ്റെ സ്കോമസ് എപ്പിത്തീലിയം, ആൽവിയോളാർ മെംബ്രെയിൻ സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളാർ മെംബ്രെയിൻ, പിന്നെ എൻഡോത്തീലിയം ഓഫ് ദ ബ്ലഡ് കാപ്പിലറീസ്, അതിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിൻ്റെ ആൽവിയോളാർ കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയം ഇന്നർ ലൈനിങ്, പിന്നെ നടുക്കുള്ള ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്. ഇത് 3ഉം കൂടെ കൂടിയ 3 ലെയറുള്ള ഒരു ഭാഗമാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാം? എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്നാണ്. എ എന്താ നിങ്ങൾക്കറിയാമല്ലോ, ആൽവിയോളാർ ക്യാവിറ്റിയാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ WBC അല്ല, RBC ആണ്. പിന്നെയോ സി എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ, ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് 3ഉം കൂടെ കൂടിയത് എന്തൊക്കെ? സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളാർ മെംബ്രെയിൻ, ദെൻ എൻഡോത്തീലിയം ഓഫ് ദ ആൽവിയോളാർ കാപ്പിലറി, ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്. ഈ 3 ലെയേഴ്സിലൂടെയാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ചിലപ്പോൾ ആ നമ്പർ ചോദിച്ചാൽ 3 എന്ന ഉത്തരമാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇവിടെ ഉത്തരം സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 എന്താ നോക്കൂ. ആൽവിയോൾസ് ഓഫ് ദ ലങ്സ് ആർ ലൈൻഡ് ബൈ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ആൽവിയോൾസ് ഓഫ് ദ ലങ്സ് ആർ ലൈൻഡ് ബൈ സ്കോമസ് എപ്പിത്തീലിയം.
അല്ലേ? നമ്മൾ പറഞ്ഞതാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ്റെ ഭാഗമാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കൂ. ആഫ്റ്റർ ഇറ്റ്സ് അപ്ടേക്ക് ബൈ ബോഡി ടിഷ്യൂ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ഓക്സിജൻ സ്റ്റിൽ റിമെയിൻ അൺയൂസ്ഡ്. നമ്മൾ ഒരുപാട് ഓക്സിജൻ നമ്മളെ ബോഡിയിലുണ്ടെങ്കിലും അതൊരു ലിമിറ്റിലേ അത് സപ്ലൈ ചെയ്യുള്ളൂ. ദിസ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ഫോർ. ഈ ഓക്സിജൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിനൊരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന് ഉത്തരം എന്താ? ഇറ്റ് ഇസ് എ റിസർവ് ടു കോമ്പൻസേറ്റ് ഡ്യൂറിങ് ഹെവി എക്സസൈസ്. ഇപ്പോൾ ഹെവി എക്സസൈസ് വേണ്ട സമയത്ത് നമ്മളെ ബോഡിക്ക് ഓക്സിജൻ പെട്ടെന്ന് കിട്ടൂല. ആ ഓക്സിജൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഹെവി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ്. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 29 ബി ആണ് ഉത്തരം. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം കാണിച്ചു തരാം, നോക്കിക്കോളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ട് നിങ്ങൾക്കറിയാം. ഈച്ച് 100 ml ഓഫ് ബ്ലഡിനകത്ത്, ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കണം കേട്ടോ, 100 ml ഓഫ് ബ്ലഡിനകത്ത് ഓൾമോസ്റ്റ് 15 ഗ്രാംസ് ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് വിചാരിക്കുക. 12 to 14 14 to 16 ഒക്കെ പറയാറില്ലേ? അപ്പോൾ 100 ml ഓഫ് ബ്ലഡിനകത്ത് 15 ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് വിചാരിക്കുക. 1 ഗ്രാം ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന എത്രയാ? 1 gram of hemoglobin can carry 1.34 ml ഓഫ് ഓക്സിജൻ ആണ്. 1 ഗ്രാം ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് 1.34 ml ഓഫ് ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ 15 ഗ്രാമിനോ? 15 ഗ്രാം ഹീമോഗ്ലോബിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് 15 into 1.34 ml ഓഫ് ഓക്സിജൻ അല്ലേ? അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 20 ml ആണ്. എന്ന് പറഞ്ഞാൽ 100 ml ഓഫ് ബ്ലഡിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് ഇതല്ലേ? 15 ഗ്രാം ഹീമോഗ്ലോബിൻ അല്ലേ 100 ml ഉള്ളത്. അപ്പോൾ 100 ml ബ്ലഡിന് ക്യാരി ചെയ്യാൻ പറ്റുന്നത് 20 ml ഓഫ് ഓക്സിജനാണ്. 100 ml-ന് 20 ഗ്രാം ഓക്സിജനെ 20 ml ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എത്രയേ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നറിയോ? ഇത് കൊടുക്കുക വെറും 5 ml ആണ്. 5 ml ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂ. ടിഷ്യൂവിന് കൊടുക്കുന്നത് വെറും 5 ml ആണ്. 5 ml എന്ന് പറയുമ്പം ഏകദേശം എത്ര വരും? ഒരു 25% മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി 75% ഇത് എന്ത് ചെയ്യാണ്? റിസർവ് ചെയ്ത് വെക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞ അഡീഷണൽ വരുന്ന എക്സസൈസിന്. മനസ്സിലായല്ലോ? 20 ml ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലും വെറും 5 ml മാത്രമാണ് ടിഷ്യൂവിന് കൊടുക്കുന്നത്. കാർബൺ, എപ്പോൾ നിങ്ങളോട് ചോദിക്കും 100 ml ഓഫ് പ്യുവർ ബ്ലഡ് ക്യാൻ ഡെലിവർ ഹൗ മച്ച് ഓക്സിജൻ ടു ടിഷ്യൂ എന്ന് ചോദിച്ചാൽ 5 ml. 100 ml ഓഫ് ഡി ഓക്സിജൻ ബ്ലഡ് ക്യാൻ ഡെലിവർ 4 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് 4 ml-ഉം ഓക്സിജൻ പ്യുവർ ആണെങ്കിൽ അത് 5 ml ഓഫ് ഓക്സിജൻ ആണ് ടിഷ്യൂവിന് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 30 എന്താ? അപ്രോക്സിമേറ്റ്ലി 70% ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് absorbed by the blood will be transported as bicarbonate ion. അറിയാലോ, 70% ഏത് രൂപത്തിൽ? HCO3 മൈനസ് രൂപത്തിൽ, ബൈകാർബണേറ്റ് രൂപത്തിൽ. 20 മുതൽ 25% ഏത് രൂപത്തിൽ? വിത്ത് ഹീമോഗ്ലോബിൻ, കാർബാമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ. 7% ഏത് രൂപത്തിലാണ്? ഡിസോൾഡ് ഫോം അല്ലേ? 7% ഡിസോൾഡ് ഫോം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ആണെങ്കിൽ 2 ഉള്ളൂ. 97% ഓക്സി ഹീമോഗ്ലോബിൻ വിത്ത് RBC, 3% ഡിസോൾഡ് ഫോമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാവുന്ന ഓക്സിജൻ്റെ അളവ് എത്രയാണ്? Each hemoglobin is made up of 4 polypeptide chain. അപ്പോൾ 4 polypeptide chain, അപ്പോൾ 4 molecule of oxygen. അതായത് 4O2 എന്നോ 8O എന്നോ വേണേ പറയാം. 8 ഓക്സിജൻ ആറ്റം അല്ലെങ്കിൽ 4 ഓക്സിജൻ മോളിക്യൂളിനെയാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. The shape of oxygen dissociation curve plotted between percentage saturation of hemoglobin with oxygen and PO2 is
എന്താ നിങ്ങൾ പഠിച്ചു ആ ഗ്രാഫിൻ്റെ ഇത് നമുക്ക് ആ ഒരു ഗ്രാഫ് ഇപ്പുറത്ത് വരാനുണ്ട് അല്ലേ ആ ഒരു ഗ്രാഫ് ഈ ഗ്രാഫാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നിങ്ങളെന്താ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു PO2 ഇവിടെ PO2 പ്ലോട്ട് ചെയ്യും, ഇപ്പുറ സൈഡിൽ എങ്ങനെയാണ് HbO2 ഉണ്ടാവുക, പെർസെൻറ്റേജ് ഓഫ് HbO2നെ ഓക്സി ഹീമോഗ്ലോബിൻ്റെ പ്രസൻസിനെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഗ്രാഫിൻ്റെ പേരെന്താ? ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ്. ഏത് തരം ഗ്രാഫാണ്? സിഗ്മോയിഡ് ഗ്രാഫാണ്. നമ്മളെ ക്വസ്റ്റ്യൻ എത്ര ആയിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോറി, ഇതാണ് ഷേപ്പ് ഓഫ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന് എന്താ നമ്മൾ പറയുക? ടൈപ്പ് ചോദിച്ചാൽ സിഗ്മോയിഡ് ആണ്. ആ ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ്. അത് ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് എന്നാണ്. അപ്പോൾ അത് എസ് ഷേപ്പ് സിഗ്മോയിഡ് കർവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33 എന്താ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പഠിക്കാം. ഇത് പഠിച്ചതിന് ശേഷം അടുത്തേക്ക് പോകാം അല്ലേ? ഓക്സിജൻ 97% ഓക്സിജൻ ഓക്സി ഹീമോഗ്ലോബിൻ രൂപത്തിലും 3% ഡിസോൾഡ് ഫോമിലാന്ന് പറഞ്ഞു. ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് ആൽവിയോളിലാണ്. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ടിഷ്യൂലുമാണ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണെന്നറിയാവോ? ആ ഫാക്ടേഴ്സിൻ്റെ പേര് പഠിക്കണം. അതായത് 1 PO2 ആണ്, 2 PCO2 ആണ്, 3 H+ കോൺസെൻട്രേഷൻ ആണ്, 4 ടെമ്പറേച്ചറാണ്. ഇതാണ് 4 ഫാക്ടേഴ്സ് കേട്ടോ. ഇവിടെ അത് തന്നെ എടുക്കുക. PO2, PCO2, H+ കോൺസെൻട്രേഷൻ, പിന്നെ ടെമ്പറേച്ചർ. ഇത് തന്നെയാണ് രണ്ടിലും. പക്ഷേ എന്ത് വരണം? ഇത് കണ്ടോ, ഇവിടെ മാത്രം PO2 കൂടുക, ബാക്കിയൊക്കെ കുറയുക. PO2 മാത്രം കൂടുകയും PCO2വും H+ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും കുറയുകയും ചെയ്യുമ്പോഴാണ് അസോസിയേഷൻ നടക്കുക. ഇനിയോ PO2 മാത്രം കുറയുകയും ബാക്കി എല്ലാം കൂടുകയും ചെയ്യുമ്പോഴാണ് ഡിസോസിയേഷൻ നടക്കുക. മറന്നു പോകരുത്, അത് എളുപ്പത്തിൽ പറഞ്ഞെന്നാണ്. ഓക്സിജൻ കൂടുക, ബാക്കിയൊക്കെ കുറയുക, അപ്പോൾ അസോസിയേഷൻ. ഓക്സിജൻ കുറയുക, ബാക്കിയെല്ലാം കൂടുക, അപ്പോൾ ഡിസോസിയേഷൻ. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, H+ ചോദിച്ചാൽ എന്ത് ചോദിച്ചത്? H+ അല്ലേ പഠിച്ചത്? pH വാല്യൂ ചോദിച്ചാൽ എന്തായിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾ എന്താണോ H+, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. H+ പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ഇവിടുത്തെ കേസിൽ എന്താ? H+ കോൺസെൻട്രേഷൻ കുറവെന്നാണ്. അപ്പോൾ pH വാല്യൂ എന്തായിരിക്കണം? pH വാല്യൂ കൂടണം. അതുപോലെ ഇവിടെ രണ്ടാമത്തെ കേസിൽ H+ കോൺസെൻട്രേഷൻ കൂടുകയാണ് ഡിസോസിയേഷനിൽ, അപ്പോൾ pH വാല്യൂ കുറയുക. നിങ്ങൾ H+ പഠിച്ചാൽ മതി. അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് വരിക? pH വാല്യൂ. അല്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി, ഓക്സിജൻ്റെ എന്താണോ അതേപോലെ ആയിരിക്കും, അതേ കണ്ടീഷനായിരിക്കും ഈ pH വാല്യൂ ഉണ്ടാവുക. ഓക്സിജൻ കൂടുമ്പം pH വാല്യൂ ആ സൈഡ് കൂടും. അത് റിലേറ്റഡ് ആയിട്ടുകൊണ്ട് പറയുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്സിജൻ കൂടുമ്പോൾ, ഓക്സിജൻ ഹൈ എന്ന് പറയുമ്പോൾ pH വാല്യൂ ഹൈ ആണെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്സിജൻ ലോ എന്ന് പറയുമ്പോൾ pH വാല്യൂ ലോ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, നമ്മളെ ചോദ്യം, ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. ഡിസോസിയേഷൻ ഒക്കേഴ്സ് അറ്റ് ടിഷ്യൂട്ട് അതെന്ത് നടക്കുന്നു? ഓക്സിജൻ ഡിസോസിയേഷൻ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഫാക്ടറാണ്. അപ്പോൾ ഓക്സിജൻ ഡിസോസിയേഷൻ നടക്കുന്നത് ടിഷ്യൂലാണെങ്കിൽ എന്തൊക്കെയായിരുന്നു അവിടുത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത്? ലോ PO2 അല്ലേ, ഹൈ PCO2 അല്ലേ, ഹൈ H+ കോൺസെൻട്രേഷൻ അല്ലേ? നോക്കൂ, ലോ PO2, ഹൈ PCO2, ഹൈ H+ കോൺസെൻട്രേഷൻ, ഹൈ ടെമ്പറേച്ചർ. ഇതാണ് ഡിസോസിയേഷൻ. അപ്പോൾ ഓപ്ഷൻ ബി എന്ന ഉത്തരമാണ് ക്വസ്റ്റ്യൻ നമ്പർ 33. ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കൂ. അണ്ടർ നോർമൽ കണ്ടീഷൻ വാട്ട് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഈസ് ഡെലിവേർഡ് ബൈ 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ പ്രോബ്ലം ഞാൻ കാണിച്ചു തന്നു. 5 ml ആണ് അല്ലേ? ഡി ഓക്സിജൻ ബ്ലഡ് ആണെങ്കിൽ ഡെലിവർ ചെയ്യുന്നത് 4 ml ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ വെൻ യു ഹോൾഡ് യുവർ ബ്രീത്ത്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. വെൻ യു ഹോൾഡ് യുവർ ബ്രീത്ത്, വിച്ച് ആർ ദ ഫോളോയിങ് ഗ്യാസ് ചേഞ്ച് ഇൻ ദ ബ്ലഡ് വുഡ് ഫസ്റ്റ് ലീഡ് ടു ഏർജ് ഫോർ ബ്രീത്ത്? നിങ്ങൾ കുറേ നേരം ബ്രീത്ത് ചെയ്യാതെ പിടിച്ചു വെക്കുക എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രീത്ത് ചെയ്യണം എന്നൊരു തോന്നൽ വരും. അതിനുള്ള കാരണം എന്താ? കാരണം നമുക്കറിയാം. കാരണം കുറേ നേരം നമ്മൾ ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ
ഓക്സിജൻ്റെ അളവ് കുറയും എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെ ബോഡിക്ക് അത് അറിയൂല. കാരണം എന്താണെന്നറിയോ, ഓക്സിജൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മുടെ കീമോ സെൻസിറ്റീവ് റീജിയൻസിനില്ല. നമ്മുടെ മിഡിലോ ഒബ്ലോങ്കറ്റയിലൊക്കെ ഉള്ള കീമോ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്. അവർക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവേ ഉള്ളൂ. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവും H+ കോൺസെൻട്രേഷനും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കണ്ടുപിടിക്കുക. ഓക്സിജൻ കുറഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ മിഡിലേക്ക് അത് മനസ്സിലാവുന്നത് ഓക്സിജൻ കുറഞ്ഞു എന്നല്ല, കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്നാണ്. നമ്മൾ കുറേ നേരം ബ്രീത്ത് ചെയ്യാതിരിക്കുമ്പോൾ സത്യത്തിൽ ഓക്സിജൻ കുറയുകയാണ്. പക്ഷേ ബോഡി അത് കണ്ടുപിടിക്കുന്നത് ഓക്സിജൻ കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ? ഓക്സിജൻ കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമല്ലോ, അത് കണ്ടുപിടിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ നമ്പർ 35 റൈസിങ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അല്ലാതെ ഫോളിങ് ഓഫ് ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റൂല. ക്വസ്റ്റ്യൻ നമ്പർ 36 ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ബ്ലഡ് ഈസ് പ്രൈമറിലി ഡിപ്പെൻഡ് അപ്പോൺ. നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? ബൈകാർബണേറ്റ് രൂപത്തിലാണ്. കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റായി മാറുന്ന ഇക്വേഷൻ നമ്മളതിലേക്ക് വരാനുണ്ട്. കാർബോണിക് ആസിഡ് H2CO3 ഒരു ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്ത് HCO3- ആയ ബൈകാർബണേറ്റ് ആവാൻ സഹായിക്കുന്ന എൻസൈം ആരാണ്? കാർബോണിക് എൻഹൈഡ്രേസ് എന്ന ഒരു 1.5 എൻസൈമാണ്. ആ എൻസൈം ഉള്ളത് കൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ ബൈകാർബണേറ്റ് രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? കാർബോണിക് എൻഹൈഡ്രേസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 37 കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കൂടിച്ചേർന്ന് കാർബോണിക് ആസിഡ് H2CO3 ഉണ്ടാവുന്നു. അത് ഡീകമ്പോസ് ചെയ്ത് ബൈകാർബണേറ്റും ഹൈഡ്രജനും ആവുന്നു. ഇതിൽ A എന്താ B എന്താ? രണ്ടും ഒരേ എൻസൈമാണ്, കാർബോണിക് എൻഹൈഡ്രേസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കാർബോണിക് എൻഹൈഡ്രേസ് ഇല്ല എങ്കിൽ 200 മോളിക്യൂൾ പെർ അവർ, ഒരു മണിക്കൂറിൽ 200 മോളിക്യൂളാണ് കൺവെർട്ട് ആവുക. എന്നാൽ കാർബോണിക് എൻഹൈഡ്രേസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 5 to 6 lakhs പെർ സെക്കൻഡാണ്. അത്രയും വലിയൊരു കൺവേർഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കാർബോണിക് എൻഹൈഡ്രേസ് എന്ന ഉത്തരമാണ് ഇവിടെ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 37 സീസ് ദ റൈറ്റ് ആൻസർ. Question number 38 people who have migrated from plains to an area adjoining Rohtang Pass about 6 months back. അതായത് നല്ല ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഏരിയയിൽ 6 മാസത്തോളം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ ഹെൻട്രീസ് ലോ എന്ന സൊല്യൂഷനിലെ ആ ചാപ്റ്ററിലും ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ സംഭവിക്കുക? ഇതിൽ ഹാവ് മോർ RBC ആൻഡ് ദെയർ ഹീമോഗ്ലോബിൻ ഹാസ് ലോവർ ബൈൻഡിങ് എഫിനിറ്റി ആണ്. അതായത് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെയൊക്കെ അവിടെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് RBC കൂടും. ഹീമോഗ്ലോബിൻ്റെ അതായത് എന്താ RBCയുടെ എണ്ണം കൂടും. കാരണം പ്രഷറിൽ വ്യത്യാസം വരുന്ന സമയത്ത് ബൈൻഡിങ് കപ്പാസിറ്റിയിൽ വ്യത്യാസം വരും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 39 ഷിഫ്റ്റിംഗ് ഓഫ് ദ ഗിവൺ കർവ് ടു ദ റൈറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ കേസ് ഓഫ്. ഇത് നിങ്ങളെ NCERTയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മളെ ചോദ്യം എന്താണ്? ഈ കർവ് വേണമെങ്കിൽ എങ്ങോട്ട്? 2 സൈഡിലേക്കും ഇതിനെന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം, ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ 8 പോയിന്റിൽ പഠിച്ചിട്ടുണ്ട്. അസോസിയേഷൻ, ഡിസോസിയേഷൻ. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു 8 പോയിന്റ് പഠിക്കുന്നത് വിഷമമല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളെ വേറെ രീതിയിൽ കൂടെ സഹായിച്ചു തരാം. നമ്മൾ നേരത്തെ എഴുതി വെച്ച കാര്യമില്ലേ, അതിനകത്ത് വെറുതെ 2 വാക്ക് അങ്ങോട്ട് ആഡ് ചെയ്യുക. എന്താ ഇത്? ആദ്യത്തത് എന്താ? ആദ്യം നിങ്ങൾ കാണുന്നത് അസോസിയേഷൻ അല്ലേ? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും. മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, അസോസിയേഷൻ്റെ ഫാക്ടേഴ്സാണ് എന്തിൽ കൊടുക്കേണ്ടത്? ടേൺ ലെഫ്റ്റ് എന്നതിലേ കൊടുക്കേണ്ടത്. അതുപോലെ ഇതെന്താ? ടേൺ റൈറ്റ് ടു ആയി. അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിസോസിയേഷൻ ആണ്. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അസോസിയേഷൻ ആണ്. അപ്പോൾ നമുക്കിതിലേക്ക് വന്നൂടെ? നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ?
അതായത് എന്താണ് റൈറ്റിലേക്ക് ടേൺ ചെയ്യുക? റൈറ്റിലേക്ക് ടേൺ ചെയ്യുക എന്ന് പറയുമ്പം അത് ഡിസോസിയേഷൻ അല്ലേ? അപ്പോൾ ഏതൊക്കെ വരും? റൈസ് ഇൻ PCO2 കറക്റ്റാണ്, റൈസ് ഇൻ ടെമ്പറേച്ചർ കറക്റ്റാണ്, pH വാല്യൂ കുറയുക കറക്റ്റാണ്, ഓക്സിജൻ കുറയുക കറക്റ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദിസ് വരും. ക്വസ്റ്റ്യൻ നമ്പർ 40. When you hold your breath, which of the following gas changes in the blood would first lead to urge for breath? എന്താ ഇത്? ഒരിക്കൽ കൂടെ വന്ന ക്വസ്റ്റ്യൻ ആണ്. വെൻ യു ഹോൾഡ് യുവർ ബ്രീത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ചേഞ്ച് വുഡ് ഫസ്റ്റ് ലീഡ് ടു ദ ഏർജ് ഫോർ ബ്രീത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ഉത്തരം നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത്? റൈസിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനെ പറയാൻ പാടുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡും ഫാളിംഗ് ഓഫ് ഓക്സിജൻ എന്നുള്ളൊരു ഒരു കാര്യം നമുക്ക് തോന്നും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, ഓക്സിജൻ കുറയുന്നു എന്ന ഒരു ചോദ്യം നമുക്ക് വരാം. പക്ഷേ അങ്ങനെ വരുത്തരുത്. കാരണം എന്താണെന്നറിയോ? ഓക്സിജനെ പറ്റി ഓക്സിജൻ കുറയുന്നു ഉറപ്പാണ്, പക്ഷെ ഓക്സിജൻ കുറയുന്നു കണ്ടുപിടിക്കാനുള്ള കഴിവ് നമ്മളെ ബോഡിക്കില്ല. ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് തെറ്റാതിരിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ ഇട്ടത്. ഈ ഓപ്ഷൻ കണ്ടോ നിങ്ങൾ? റൈസിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോളിംഗ് ഓഫ് ഓക്സിജൻ എന്ന ഉത്തരമാണ് പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരിക. കാരണം രണ്ടും സത്യമാണ്, പക്ഷെ അത് എഴുതരുത്. എന്തുകൊണ്ടാണ് എഴുതരുതെന്ന് പറയാൻ കാരണം, റൈസിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഓക്സിജനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷൻ വന്നാൽ എഴുതരുത് എന്നൊരു കാര്യത്തിന് മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വീണ്ടും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കൂ. റിഡക്ഷൻ ഓഫ് ദ pH ഓഫ് ദ ബ്ലഡ് വിൽ. pH റെഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മൾ പഠിച്ചല്ലോ. pH റെഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? pH റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓക്സിജൻ റെഡ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെയല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഡിസോസിയേഷൻ അല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41 എന്ത് വരണം? ഡിക്രീസ് ദ എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ അല്ലേ? ഓക്സിജന് ഹീമോഗ്ലോബിനോടുള്ള അഫിനിറ്റി കുറയുമ്പോഴല്ലേ ഡിസോസിയേഷൻ സംഭവിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കോൾഡ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ? നിങ്ങൾക്കറിയാം, ന്യൂമോടാക്സിക് സെൻറ്റർ ഇൻ ദ പോൺസ് വെറോളി and a respiratory rhythm center in the medulla oblongata can control respiration എന്ന് പറയുമ്പോൾ അത് മെഡുല്ല റീജിയൻ അല്ലേ വരേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 43 എന്താ നോക്കൂ. ന്യൂമോടാക്സിക് സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ദാറ്റ് ഈസ് ദ പോൺ റീജിയൻ ക്യാൻ, നമുക്ക് പഠിച്ചിട്ടുണ്ട്, മോഡറേറ്റ് ദ ഫങ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. കാരണം എന്താ ചെയ്യുക? ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ അത് കുറയ്ക്കുന്നു. ഇൻസ്പിരേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ബ്രീത്തിങ്ങിൻ്റെ നമ്പർ കൂടും. അതാണ് ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ ജോലി. ക്വസ്റ്റ്യൻ നമ്പർ 44. എ കീമോ സെൻസിറ്റീവ് ഏരിയ ഫൗണ്ട് അഡ്ജസെൻറ്റ് ടു ദ റിതം സെൻറ്റർ ഇൻ ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു ദ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തിനൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവേ ഈ ഒരു കാര്യത്തിനുള്ളൂ? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഒന്ന് H+ കോൺസെൻട്രേഷനും. അപ്പോൾ ബോത്ത് A ആൻഡ് C എന്ന ഉത്തരം വരും. ക്വസ്റ്റ്യൻ നമ്പർ 45. റിസപ്റ്റേഴ്സ് ഇൻ ദ അയോർട്ടിക് ആർച്ച് ആൻഡ് കറോട്ടിഡ് ആർക്ക് റെക്കഗ്നൈസ് ദ ചേഞ്ചസ് ഇൻ ദ കോൺസെൻട്രേഷൻ. അതായത് ഹെഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ആണത്. ആ ഹെഡിലേക്കുള്ള ബ്ലഡ് അവിടെയുള്ള ഈ അയോർട്ടിക് ആർച്ചിലും കറോട്ടിഡ് ആർട്ടറിയിലും ഉള്ള റിസപ്റ്റേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതാണ് നമ്മുടെ കീമോ സെൻസിറ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത്. അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലും ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ അയോർട്ടിക് ആർച്ചിലും കറോട്ടിഡ് ആർട്ടറിയിലുമുണ്ട്. അവരെന്താ ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ pH വാല്യൂം കണ്ടുപിടിക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 46. Due to increased airborne allergens and pollutant, many people in the urban area are suffering from respiratory disorder causing wheezing due to. ഇത് എന്ത് രോഗമാണ്? അലർജൻസ് കാരണം, അലർജി, ആസ്മാറ്റിക് കംപ്ലൈൻ്റ് ആണ്, ആസ്മയാണ്. എന്താണ് ഇതിന് കാരണം? ഈ ആസ്മ എന്നുള്ളതിന് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് അല്ലെ ബ്രോങ്കിയൽ സ്പാസം കേട്ടിട്ടില്ലേ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കസ് ആൻഡ് ബ്രോങ്കിയോൾ ഡ്യൂ ടു അലർജി, ദാറ്റ് ഈസ് കോൾഡ് ആസ്മ. ഓക്കെ. ദെൻ നെയിം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം ദ പൾമോണറി ഡിസീസ് ഇൻ വിച്ച് ആൽവിയോളാർ സർഫേസ് ഏരിയ ഇൻവോൾവ് ഇൻ ഗ്യാസ് എക്സ്ചേഞ്ച് ആർ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ് ഡ്യൂ ടു ഡാമേജ് ഓഫ് ദ ആൽവിയോളാർ വാൾ. ആൽവിയോളാർ വാൾ ഡാമേജ് ആവുകയും ഇൻഫ്ലെയിം ചെയ്യുകയും റെസ്പിറേറ്ററി സർഫേസ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരെന്താ? ഇറ്റ് ഈസ് നോൺ ആസ് എംഫിസീമ അല്ലേ?
ഇത് അടുത്ത ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. എംഫിസിമയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദ മേജർ റീസൺ ഫോർ എംഫിസിമ ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 48-ന് നെയിം ദ ക്രോണിക് ഡിസോർഡർ കോസ്ഡ് മെയിൻലി ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് ചോദിച്ചാൽ എംഫിസിമ. ക്വസ്റ്റ്യൻ നമ്പർ 49 എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ? തൊഴിൽജന്യ രോഗം ഏതാണ്? That is silicosis. Asbestosis and silicosis are the important occupational disorders of the respiratory tract. Okay. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാ? അതായത് അസർഷൻ, റീസൺ, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് മാച്ച് ദ ടൈപ്പ് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഇതോടുകൂടെ നമ്മളെ എൻറ്റയർ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ആ തിയറി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50 എന്താണെന്ന് നോക്കൂ. ട്രക്കിയ ആൻഡ് ബ്രോങ്കിയോൾസ് ആർ സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് റിങ്. ട്രക്കിയയും ബ്രോങ്കിയോൾസും ഒക്കെ സി ഷേപ്പ്ഡ് കാർട്ടിലേജ്, ഹൈലൈൻ കാർട്ടിലേജൻസ് റിങ് കൊണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ശരിയാണ്. ട്രക്കിയ ക്യാൻ കൊളാപ്സ് ഡ്യൂറിങ് എക്സ്പിരേഷൻ. എക്സ്പിരേഷൻ സമയത്ത് ട്രക്കിയ കൊളാപ്സ് ചെയ്യോ? ഇല്ല. കൊളാപ്സ് തടയാനാണ് ഇവരുള്ളത്. അപ്പോൾ ഇതിൽ ഒന്ന് ശരിയാണ്, 2 തെറ്റാണെങ്കിൽ, റീസൺ തെറ്റാണെങ്കിൽ ഓപ്ഷൻ സി കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51 നോക്കൂ. ദ ഹയർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഡിഫ്യൂസ് ത്രൂ ഡിഫ്യൂഷൻ മെംബ്രെയിൻ per unit difference in partial pressure as compared to oxygen. കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്കറിയാതെ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 20-25 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. ശരിയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ കൂടുതൽ ഡിഫ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ട് രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ഓക്കെ. അത് ക്വസ്റ്റ്യൻ നമ്പർ 52 എന്താ? ബ്ലഡ് ഓക്സിജൻ ഡസ് നോട്ട് ഹാവ് സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഓൺ റെസ്പിറേറ്ററി സെൻറ്റർ ഓഫ് ബ്രെയിൻ. ശരിയല്ലേ? ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവല്ല, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കാര്യമായി ബാധിക്കുന്നത്. അപ്പോൾ അത് ശരിയായ പോയിൻ്റാണ്. ഇൻക്രീസ്ഡ് PCO2 ആൻഡ് H+ ലെവൽ ഡിറ്റക്റ്റഡ് ബൈ കീമോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ദ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ടു മീഡിയേറ്റ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്. അതും ശരിയാണ്. നമ്മൾ ആദ്യത്തെ പോയിൻ്റ് എന്താ? ഓക്സിജന് കാര്യമായ എഫക്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള കറക്റ്റ് ഉത്തരമല്ലേ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്? കാരണം കീമോ സെൻസിറ്റീവ് ഏരിയയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡും H+ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാനുള്ള കഴിവേ ഉള്ളൂ, ഓക്സിജനിലെ കഴിവില്ല എന്ന് പറയുമ്പം ഇത് കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. എ കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 53 എന്താ? ഹൈ കാർബൺ മോണോക്സൈഡ് ലെവൽ ക്യാൻ കിൽ എ പേഴ്സൺ. ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കാർബൺ മോണോക്സൈഡ് ഹാസ് ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ. ശരിയാണ്. രണ്ടും ശരിയാണ്. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ നമുക്കിതിന് കൊടുക്കാം. നിങ്ങൾ എന്താ കാര്യം എന്നറിയോ? ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഹീമോഗ്ലോബിൻ കമ്പൈൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ഇറിവേഴ്സിബിളി ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇതിൻ്റെ പേര് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നാണ്. മറ്റേത് കാർബാമിനോ ആണ്. ഇത് ഇറിവേഴ്സിബിൾ ആണ്. എന്ത് ചെയ്യും? ഡാമേജ് ദ ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് വഴി ആൾ മരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? എന്താ നമുക്ക് നോക്കാം. ദ കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയറിക് എയർ ടു ആൽവിയോൾ. ശരിയല്ലേ? Conducting part of respiratory system clear the air from foreign particle, humidify and bring it to the body temperature. ഞാൻ നിങ്ങൾക്ക് കോപ്പി ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അതുണ്ട്. എക്സ്ചേഞ്ച് പാർട്ട് ഈസ് ദ ആക്ച്വൽ സൈറ്റ് അറ്റ് വിച്ച് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ്. ഇപ്പം റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് കറക്റ്റാണ്. അപ്പോൾ ഡി ആയ ഓൾ ഓഫ് ദ എബവ് എന്ന ഉത്തരം കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 55 എന്താ? സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പിറേഷൻ occurs due to external intercostal muscle. അത് മുഴുവൻ ശരിയായൊരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലോവർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. ഇത് ശരിയല്ലേ? ഉള്ളിലുള്ള പ്രഷർ കുറവും പുറത്തുള്ള പ്രഷർ കൂടുമ്പോഴല്ലേ ഇൻസ്പിരേഷൻ നടക്കുന്നത്. ഇൻസ്പിരേഷൻ occurs when atmospheric pressure is less than അല്ലല്ലോ. അപ്പോൾ എക്സ്പിരേഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാന്ന് പറയുമ്പം പുറത്തേക്കല്ലേ വരേണ്ടത്.
എക്സ്പിറേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം അല്ല, റിലാക്സേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ബി എന്ന ഉത്തരമാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56 എന്താ നോക്കൂ. 56 the following option is not true. The partial pressure of oxygen in deoxygenated blood is 40. നമ്മൾ ആ ടേബിൾ നോക്കിയാൽ കിട്ടും. Partial pressure of oxygenated blood is 95. അതും ശരിയാ. ഇത് രണ്ടും നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ കിട്ടും. Partial pressure of oxygen in the alveolar air is 104 millimeters. അതും 104 ശരിയാണ് അല്ലേ. Partial pressure of carbon dioxide in the atmospheric air is 40 millimeters. തെറ്റല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്രയാ 0.3 അല്ലേ വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇതാണ് ഇൻകറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 57 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഗിവൺ ഗ്രാഫ്. ഈ ഗ്രാഫിൽ ദ കർവ് ഈസ് കോൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ശരിയാ. ദ പാർട്ട് എ റെപ്രസെൻറ്റ് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ HbO2 എത്ര ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് ആണിത്. ദ പാർട്ട് ബി റെപ്രസെൻറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. തെറ്റല്ലേ. ഇവിടെ നമ്മൾ PO2 ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് പ്ലോട്ട് ചെയ്യുന്നത്. ദിസ് കർവ് ഈസ് ഹൈലി യൂസ്ഫുൾ ടു സ്റ്റഡിങ് ദ എഫക്ട് ഓഫ് PCO2 H+ കോൺസെൻട്രേഷൻ എക്സെട്ര. ശരിയാ. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58 റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൺ എൻ ആവറേജ് ദ ഹെൽത്തി ഹ്യൂമൻ ക്യാൻ ബ്രീത്ത് 12 to 16 times per minute. 12 മുതൽ 16 മിനിറ്റിലാണ് ഒരാൾ ബ്രീത്ത് ചെയ്യുന്നത്. ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ദ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റ് ബൈ സ്പൈറോമീറ്റർ. ഞാൻ പറഞ്ഞതാണ്. ഡയഫ്രം ഈസ് വെരി യൂസ്ഫുൾ ഇൻ ബോത്ത് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. രണ്ടിലും ഇല്ലേ. ഇൻസ്പിരേഷൻ സമയത്ത് കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്പിരേഷൻ സമയത്ത് റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ 58ാമത്തെ ക്വസ്റ്റിന് ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ഒന്നുമില്ല ഇതിനകത്ത്. നൺ ഓഫ് ദിസ്. Question number 59. Arrange the following component of pulmonary volume in the order of their increasing value. Tidal volume എത്രയാടാ? Tidal volume 500 ml. Residual volume എത്രയാ? 1100 to 1200 ml. Expiratory reserve volume എന്ന് പറയുമ്പോൾ എത്ര? ERV എന്ന് പറയുമ്പോൾ 1000 to 1100 ml. Vital capacity എത്രയാ? 500 അല്ലേ, പ്ലസ് 2500 to 3000 പ്ലസ് എന്ത് വരും? അതായത് TV പ്ലസ് IRV പ്ലസ് ERV 1000 to 1100. ഇതാണ് ആ വാല്യൂ വരേണ്ടത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഏറ്റവും കുറവ് ടൈഡൽ വോളിയം. അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 1. ഓക്കെ. അടുത്തത് വരേണ്ടത് 3 കണ്ടില്ലേ. പിന്നെ വരേണ്ടത് 2, പിന്നെ 4. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 60 എന്താ നോക്കൂ. മാച്ച് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കറക്റ്റ് മാച്ചിങ് കപ്പാസിറ്റി ആൻഡ് വോളിയം. റെസിഡ്യുവൽ വോളിയം എത്രയാ? റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് എത്രയാ വരിക? റെസിഡ്യുവൽ വോളിയം 1200. അപ്പോൾ 3 വന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിട്ടോ. നോക്കാം. വൈറ്റൽ കപ്പാസിറ്റി 4600 വന്നു. അപ്പോൾ അതും കിട്ടി. ഇൻസ്പിരേറ്ററി റിസർവ് IRV 3000, 2500 3000 അല്ലേ. അപ്പോൾ അതും കിട്ടി. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി TV പ്ലസ് IRV 500 പ്ലസ് 3000. സോ ദിസ് ഓപ്ഷൻ C is the right answer for question number 60. And now we are reaching the last question of this section, that is about diseases. Asthma, bronchitis, rhinitis and emphysema. പറയൂ. ആസ്മ എന്ന് പറയുന്നത് എന്താ വരിക? ആസ്മ എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ. ആസ്മ എന്ന് പറയുമ്പോൾ സ്പാസം ഓർ സ്മൂത്ത് റെസ്പിറേറ്ററി ട്രാക്ട് മസിൽ, അതാണ് ബ്രോങ്കിയൽ സ്പാസം. ഓക്കെ. ഇനി അടുത്തത് ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കസ് അല്ലേ. പിന്നെ റൈനൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ നോസ് ആണ്, നാസൽ ട്രാക്ട്. ജലദോഷങ്ങളാണ് റൈനൈറ്റിസ്. പിന്നെ എംഫിസീമ, ഫുള്ളി ബ്ലോൺ ഔട്ട് ആൽവിയോൾ. അപ്പോൾ ഏത് വരും? ഇതിന് ഉത്തരം ആദ്യത്തത് 2, പിന്നത്തത് 4, 1. ഓപ്ഷൻ ഡി വരും. ഓക്കെ. നൗ വി ആർ കംപ്ലീറ്റിംഗ് ദിസ് സെക്ഷൻ. ആദ്യത്തെ 49 ക്വസ്റ്റ്യൻ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ആ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. തിയറി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യനും ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ തിയറി കൂടെ നിങ്ങൾ പഠിക്കുക. ഇതിന് കിട്ടുന്ന 8-12 മാർക്ക് മുഴുവനായിട്ട് വാങ്ങും എന്ന പ്രതീക്ഷയോട് കൂടെ
വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.